ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിന്നും തിരുനെൽവേലി എന്നുള്ള മഹാനഗരത്തിൽ തന്നെയാണ്. തിക്കും തിരക്കും ആളും ബഹളവും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ആ റോഡിലാണ് നിൽക്കുന്നത്. നെല്ലയപ്പാർ ക്ഷേത്രം ശിവഭഗവാന്റെ. അപ്പോൾ തിരുനെൽവേലിയിലെ ഏറ്റവും പ്രധാന സ്ഥലം ഇതൊരു എന്താ പറയുക ബിസി പ്ലേസാണ്. ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട കടകളും ആൾക്കാരും ഒരുപാട് ഒരു തിരക്ക് പിടിച്ച സ്ഥലം. ഞാൻ ആദ്യം അപ്പോൾ നമ്മുടെ ഇരുട്ടുകട ഹൽവ 5 മണിക്കാണ് തുറക്കുന്നത്. ഇപ്പോൾ 4:30 മണി കഴിഞ്ഞു. അവിടെ പോയി നോക്കണം. ആസ് യൂഷ്വൽ നമ്മുടെ ഓട്ടോയിലാണ് വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആളുടെ ബ്രദറാണ് കേട്ടോ. അദ്ദേഹം ഉച്ച കഴിഞ്ഞപ്പോൾ പോയി. ഇരുട്ടുകടയുടെ ക്യൂ നോക്കിക്കോളൂ. കട തുറക്കാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. അത് 5 മണിക്ക് തുറക്കും. ഇപ്പോൾ സമയം 4:45. ആളുകൾ ക്യൂ, നമ്മളും ക്യൂവിൻ്റെ ബാക്കിൽ പോയി നിൽക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ നിന്നാൽ കുറച്ചെങ്കിലും നമുക്ക് കൂടെ വല്ലതും കിട്ടും. അപ്പോൾ ഞാൻ ക്യൂയുടെ ബാക്കിൽ ഇവിടെ എത്തി കേട്ടോ. കുറച്ച് പേരുണ്ട്, 10-30 പേര് ഫ്രണ്ടിലുണ്ട്. 1 കിലോയ്ക്ക് 280 രൂപയാണ്. ഈ ഒരു തിരുനെൽവേലിയുടെ ഏറ്റവും പേരെടുത്ത സ്ഥലമാണ് ഇവിടുത്തെ ഇരുട്ടുകട ഹൽവ. ഇനിയിപ്പോൾ എൻ്റെ ബാക്കിലും ആൾക്കാർ വന്ന് നിറയും. തിരുനെൽവേലി എന്ന് പറഞ്ഞാൽ ഹൽവ. എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഹൽവയാണ്. അത് എവിടെയൊക്കെയാണെന്നറിയാം. തിരുനെൽവേലി ഹൽവയുടെ ഇമിറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഷോപ്പ്. ഇതാണ് സംഭവം. ഇവിടെ താമരപരണി നദിയുടെ വെള്ളം ചേർത്താണ് ഇവരുണ്ടാക്കണമെന്ന് പറയുന്നത്. ഇവിടെ കട തുറന്നിട്ട് പോലും ഇല്ല. അതിന് മുമ്പേ നമ്മളെല്ലാം ക്യൂവിലാണ്. അത് എന്നെ ഓപ്പോസിറ്റ് നോക്കിയാൽ രഥത്തിൻ്റെ ബോക്സ് ഇങ്ങനെ ഷെഡ് പോലെ കെട്ടിയിട്ടാണല്ലോ. ക്ഷേത്രത്തിൻ്റെ 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒന്ന് അപ്പുറത്തേക്ക് ഒരെണ്ണം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറുതായതിൻ്റെ അപ്പുറത്ത്. അങ്ങനെ കടയുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇവിടെ 280 എന്ന് ഞാൻ പറഞ്ഞ് തെറ്റി പറഞ്ഞ കേട്ടോ. ഇവിടെ ശാന്തി സ്വീറ്റ്സ് ഇപ്പുറത്തെ കടയിലാണ് 280 1 kgക്ക്. ഇവിടെ 400 രൂപയാണ്. പ്യോർ ഗീ ആണ്. kgക്ക് 400. ഞാൻ കുയോൻ്റെ ഏകദേശം ഇവിടെ പകുതിയാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിലേക്ക് നോക്കൂ, കുറേ കൂടി ആൾക്കാരിങ്ങനെ വന്ന് പറഞ്ഞ് കട തുറന്നു. ശുഭമുഹൂർത്തം എത്തി. കറക്റ്റ് ഷാർപ്പ് 5 മണി ഡോറ് തുറന്നു. തടിയുടെ വാതിലാണ്. ഇങ്ങനെ പഴയ ടൈപ്പ് തുറന്നു. ഇനി സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ സെയിലിന് വേണ്ടിയിട്ടെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തുന്നു. 1/2 kg ആയിട്ടാണ് സാധാരണ കൊടുക്കുന്നത്. 1/2 kg 1 kg 1/2 kg 1 kg 2 ഓക്കെ. 1/2 കിലോയുടെ 2 പാക്കറ്റ് വാങ്ങിച്ചാൽ 1 kg. ക്യാഷ് തന്നെ കൊടുത്ത് വാങ്ങണം. ഗൂഗിൾ പേ ഒന്നും ഇല്ല പരിപാടി. ഇതൊരു വലിയ സംഭവമാണ് കേട്ടോ. അതിശയകരമാണ്. അതായത് ഒരു കട ആൾക്കാരിങ്ങനെ 5 മണിവരെ ആ കട തുറക്കാൻ വെയിറ്റ് ചെയ്ത് അവർക്ക് അഭിമാനിക്കാം എന്തായാലും ഓണേഴ്സിന്. അയ്യോ, ഇത് ഇവരുടെ പൂർവികരാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആദ്യത്തെ ആളായിരിക്കില്ല. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഫോർഫാദേഴ്സ് തുടങ്ങിയതായിരിക്കും ഈ ഒരു ഷോപ്പ്. അത്രയും വർഷം പഴക്കമുണ്ട്. ചില സമയത്ത് ഒരു സാമ്പിൾ കൊടുക്കും കേട്ടോ, കുറച്ച് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ 1/2 kg പാക്കറ്റ്സ് ആയിട്ട് അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചൂട് ഹൽവ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞു. എൻ്റെ അമ്മ, എൻ്റെ പിന്നിൽ എന്ത് വലിയ ക്രൗഡാണ്. ഞാൻ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ ഒരു കടയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൗണ്ടർ ആർ കൃഷ്ണ സിംഗ്. അദ്ദേഹമാണ്. കൃഷ്ണ സിംഗ് കഴിഞ്ഞിട്ട് ബിജിലി സിംഗ് അദ്ദേഹത്തിൻ്റെ മകൻ, പിന്നെ ഇപ്പോഴത്തെ ഓണർ. ഇത് ഓൺലൈൻ ഓർഡറും ഇവർക്ക് ഓൺലൈനായിട്ട് സെയിലുണ്ട്. അത് സെക്യൂരിറ്റി നിന്ന് എല്ലാവരും ഓടിച്ച് ഫാസ്റ്റ് ആക്കുകയാണ്. മേടിച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഓടിക്കോണം. 100 years ഈ ഒരു കടയുടെ പഴക്കം. ഇത് ഇരുട്ടുകട ഹൽവ എന്നൊക്കെ പറയാൻ കാര്യം അന്ന് കാലത്ത് ചെറിയ റാന്തൽ വെളിച്ചത്തിലൊക്കെയാണ് ഇവരെ സെയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും തുടങ്ങിയതാണ് ഈ ഒരു പേരും കാര്യങ്ങളും. 2 1/2 kg കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയവർ സന്തോഷത്തോടുകൂടി പോകുന്നത്. ക്യൂ തീരുന്നില്ല. ഇവിടെ വരെ ഉണ്ട് ക്യൂ. തിരക്ക് പിടിച്ച് സിറ്റി. തിരുനെൽവേലിയിൽ വന്നാൽ താമരപരണി നദി കാണാതെ എങ്ങനെ പോകും അല്ലേ? അതിങ്ങനെ പല ഭാഗങ്ങളിലൂടെ ഒഴുകി വരുന്നതാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് താമരപരണി. അതിങ്ങനെ വരുന്ന പ്രദേശമാണ് ഇതൊക്കെ. പാലം അതിൻ്റെ മേളിൽ കൂടി പോകുന്നുണ്ട് വാഹനങ്ങളെല്ലാം. ഇപ്പോൾ വെള്ളമൊക്കെ കുറവാണ്, എങ്കിലും മഴക്കാലമൊക്കെയാണ്. ഇടയ്ക്ക് ഇവിടെ അധികം മഴ കാണുന്നില്ല. ഈ ഭാഗത്ത് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ താമരപരണി മനോഹരിയായ ഒരു നദിയാണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഒഴുകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അടിപൊളി. ഇങ്ങനെ ഒഴുക്ക് വെള്ളമല്ല, അതിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഈ റിവർ സൈഡിലൊക്കെ ഒരുപാട് പണി നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് ഇസ് ഗോയിങ് ഓൺ. അതിൻ്റെ ഒരു ബഹളമൊക്കെ ഉണ്ട്. വാഹനങ്ങൾ അവിടെയൊക്കെ പണി നടക്കുകയാണ്. അപ്പോൾ ഇത് മോഡിഫിക്കേഷൻ ഉണ്ടാകാം.
അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കുറവാണല്ലോ, അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് താമരബരണി നദി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആശ്രയം. അപ്പോൾ അത് ഈ ഭാഗത്തൊക്കെ കുളി കാര്യങ്ങൾ നനയ്ക്കലെല്ലാം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഇരുട്ടുകട ഹൽവയുടെ സ്വാദിൻ്റെ രഹസ്യം പറയുന്നത് തന്നെ താമരബരണിയിലെ വെള്ളത്തിലാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഹൽവ ഉണ്ടാക്കുന്നത്. ഇനി നമ്മളൊരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഉദ്ദിഷ്ട വിനായക ഭഗവാന്റെ സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിൽ ഗോപുരം കാണില്ല എന്നാണ് പറയുന്നത് ഈ പ്രദേശത്തൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഗോപുരമുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ്, വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. അത് പോയി പ്രാർത്ഥിക്കുക. ഈ ഗണപതി ക്ഷേത്രം താമരബരണി നദിയുടെ വളരെ അടുത്താണ് കേട്ടോ, കരയിലാണ് ഏകദേശം. അയ്യോ അതേ എൻ്റെ മേളിൽ കൂടെ പറവകൾ പറക്കുന്ന നോക്കുക ഒരു പാറ്റേണിൽ. എൻ്റെ ദൈവമേ, ചേക്കേറുന്ന സമയമായി വരുന്നു. നോക്കൂ, ഈ ചുറ്റുമതിലൊക്കെ നോക്കിയേ, ഇതെല്ലാം ഡൈലാപ്പിലേറ്റഡ് കണ്ടീഷനിലായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പഴമ. ഇത് 600 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ വലിയ ചുറ്റുമതിൽ കാണുമ്പോൾ അറിയാം ഇതെല്ലാം പൊട്ടി പോകുന്നു. മൺകെട്ടാണ്, മൺകട്ടകൾ കൊണ്ട്. പിന്നെ ഇതെല്ലാം കുറച്ചുകൂടെ റെനോവേറ്റഡ് പുതിയ കരിങ്കല്ലൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്, ഗ്രാനൈറ്റ് പീസസ് വെച്ചിട്ട്. ഇറ്റ്സ് എ വെരി ഓൾഡ് ടെമ്പിൾ, വളരെ ശക്തിയുള്ള ഗണപതി ഭഗവാൻ. നമുക്ക് ഗണപതി ഭഗവാനോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എലി ഭഗവാനോട് പറയാം. എലിയോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാഹനം പ്രിയപ്പെട്ട വാഹനമാണ്, ചെവിയിൽ പറയണം. ഈ ക്ഷേത്രത്തിൻ്റെ പഴമ ഇവിടുത്തെ ഓരോ തൂണിലും നമുക്കറിയാൻ സാധിക്കും. പ്രധാന പ്രതിഷ്ഠ അകത്ത് വലിയ ഗണപതി ഭഗവാൻ. ഇവിടെ നോക്കിയ ചുറ്റമ്പലത്തിൽ കുറേ ഗണപതി ഭഗവാന്മാരുണ്ട്. ഇത് ശ്രീകോവിലിൻ്റെ പിറകുവശമാണ് ഭഗവാൻ ഇരിക്കുന്നതിൻ്റെ പിന്നാടി. ഗണപതി ഭഗവാനെ അകത്ത് പോയി പ്രാർത്ഥിച്ചു. ഭസ്മമാണ്, പിന്നെ ഒരു ഭസ്മവും ഇതും കെട്ടി ഭഗവാന്റെ മാല അതിൽ നിന്ന്. ഒരു പഴയ കാലത്തെ 600 വർഷം പഴക്കമുള്ള ക്ഷേത്രം, ഭഗവാൻ പ്രതിഷ്ഠ, മനസ്സ് നിറഞ്ഞു. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് 600 അല്ല കേട്ടോ, 1200 വർഷത്തോളം പഴക്കം എന്നാണ് പറയുന്നത്. അത്രയും ഓൾഡ് ടെമ്പിളാണ്. ഞാൻ ഇവിടുത്തെ ഒരു സ്വാമിയായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇതിവിടെ അകത്തെ പ്രതിഷ്ഠ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ദേവിയോട് കൂടി ഇരിക്കുന്ന ഗണപതി ഭഗവാനാണ്. അതങ്ങനെ ഒരിടത്തും കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അതായത് ഭാര്യാസമേതനായിട്ടിരിക്കുകയാണ്. ഇത് സരസ്വതി ദേവി, നീല സരസ്വതിയെ മടിയിൽ വെച്ച് ഇരിക്കുന്ന, ദാമ്പത്യത്തിലിരിക്കുന്ന ഗണപതി ഭഗവാനാണ്. സാധാരണ ഗണപതി ഭഗവാൻ കല്യാണം കഴിച്ചു ശ്രീ നീലവാണി എന്നാണ് ഭാര്യയുടെ പേര്. ശ്രീ നീലവാണി, ഫുൾ ശ്രീ നീലവാണി, ശ്രീനാ ലക്ഷ്മി, നീലാന ദുർഗൈ, വാണിന സരസ്വതി. അപ്പോൾ 3 ദേവികളും ഉണ്ട് അല്ലേ? ഓ, അങ്ങനത്തെ വിശേഷപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ. ഇത് ഒരുപാട് വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. ഓ, എല്ലാ വിനായകർ ടെമ്പിളിൽ വെച്ച് നോക്കുമ്പോൾ, ഗണപതി ഭഗവാനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ഷേത്രം വെരി വെരി സ്പെഷ്യൽ. ദേവി സമേതനായിട്ടിരിക്കുന്നു. കൊടിമരം എന്താ വ്യത്യാസം? രാജഗോപുരമുണ്ട്. യെസ്, കൊടിമരമുണ്ട്. സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല അല്ലേ രാജഗോപുരം? താമരഭരണി ഫാൾസിന് നേരെ. ഓ, തീർത്ഥം താമരഭരണിയുടെ നദിയുടെ കരയിലാണിത്. അത് തീർത്ഥം, അത് കഴിഞ്ഞിട്ട് ഗോപുരം, പിന്നെ കൊടിമരം, ഭഗവാൻ, ഇങ്ങനെ പോകണു അല്ലേ? ആ ഒരു ഓർഡറിൽ തന്നെ പോകുന്നു. ഇത് മെയിൻ ചാനൽസിലും വനിത പോലെയുള്ള ബുക്കിലൊക്കെ ശ്രീ വിനായകം നമാമ്യഹം, വിനായക ചതുർത്ഥി ആഘോഷങ്ങളുടെ ഒരുക്കത്തിൽ തിരുനെൽവേലി മണിമൂർത്തീശ്വരം ഉച്ഛിഷ്ട ഗണപതി ക്ഷേത്രം, അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇതാണ് ആ ടെമ്പിള്. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂഷിക പ്രതിഷ്ഠ, ഗണപതി വാഹനമായ മൂഷിക പ്രതിഷ്ഠ. അത് ശരി, ഓക്കെ.
മൂഷിക എലിക്കൊരു പ്രതിഷ്ഠ തന്നെ ഉണ്ട് ഇവിടെ. ഓക്കെ. പിന്നെ ഉച്ഛിഷ്ട ഗണപതിക്ക് ചുറ്റുമുള്ള 16 ഗണപതി ഭാവങ്ങളാണ് നമ്മൾ തൊഴുതു പോയത്. 16 ഭാവങ്ങളാണ്, 16 ഗണപതിയുണ്ട്, പല ഭാവങ്ങളാണ്, അങ്ങനെ 16 ഭാവങ്ങൾ. പിന്നെ ഭാര്യാസമേതനായിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു മാഗസീനിലുണ്ട്. വനിതയുടെ എത്രാമത്തെ ഏത് മാസമുള്ളത് ഇത്? വളരെ സ്പെഷ്യലാണ് ഇവിടുത്തെ ഗണപതി. പിന്നെ ഇവിടെ വിവാഹ സംബന്ധമായ വിഷയങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തേങ്ങാമാല അല്ലേ, തേങ്ങാമാല പ്രാർത്ഥിച്ച് സ്വാമിക്ക് ഇട്ടാൽ വിവാഹം നടക്കും. വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തേങ്ങാമാല നേർന്നാൽ മതി, ഭഗവാൻ ഇട്ട് കൊടുത്താൽ വിവാഹം. മാതളം അത് ആണോ? അതും ഇവിടെ നേർച്ചയുണ്ട്. ഓ, സ്വാമിക്ക് പുത്രഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്വാമിക്ക് മാതളം, തേൻ, ഇതൊക്കെ നേർച്ചയായിട്ട് കൊടുത്താൽ അതും ഭയങ്കര വിശേഷമാണ്. അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ കിട്ടും. ഇതൊരു വളരെ സ്പെഷ്യൽ ടെമ്പിളാണ്. വെരി ഓൾഡ്, 1200 വർഷം പഴക്കം. വളരെ സന്തോഷം ഇത്ര ഇൻഫർമേഷൻ. അത് ഭൈരവ അല്ലേ? ഓക്കെ. സ്വർണ്ണ ഭൈരവനാണോ? സ്വർണത്തിലാണോ ഭൈരവ മൂർത്തി? ഓ, ഇത് ഭൈരവ ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. ഇവിടെ സ്വർണ്ണമൂർത്തിയാണ്. ഒരുക്കം കഴിഞ്ഞ ഫുൾ ചന്ദനത്തിൽ ഒരുക്കി ഗണപതി ഭഗവാനെ ഒരുക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് അകത്തെ പ്രതിഷ്ഠ. ദേവി, ഓ ദേവിയുടെ ഭംഗി നോക്കിയാൽ സുന്ദരി അല്ലേ? ഓഹോ. വിനായക 10 വർഷം, അതായത് 10 ദിവസം ചതുർത്ഥി, വിനായക ചതുർത്ഥിക്ക് 10 ദിവസം ഇതുപോലെ ഒരുക്കം ഉണ്ട്. 10 വിധമാണ് അലങ്കാരം, 10 ടൈപ്പ് ഓഫ് അലങ്കാരമാണ് ഉണ്ട്. ഓരോ ദിവസം ഓരോ, അയ്യോ എന്ത് ഭംഗിയാ! ഓരോ ദിവസം ഓരോ ഭംഗിയായിട്ടാണ്. ഇത് എന്ത് ഭംഗി! ഇത് ആരെങ്ങനെ ഒരുക്കുന്നത്? ഒരു ദിവസത്തെ ഒരുക്കം നമ്മൾ കണ്ടല്ലോ, ഇത് വേറൊരു ദിവസം. ഒരു ദിവസം ഇങ്ങനെയായിരിക്കും. ഓ, ഭാഗ്യമായി ഇവിടെ വരാൻ പറ്റി, പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. ഗണപതി എവ്വളോ സ്പെഷ്യലോ അതേ മാതിരി ഭൈരവരും ഇവിടെ സ്പെഷ്യലാണ്. ഭൈരവ ഭഗവാനാണ്. ഭൈരവ പക്കത്തിലെ ഇവിടെയും അമ്പാളുണ്ടോ? ഓ, ഭൈരവരുടെ കൂടെയും അമ്പാളുണ്ടോ? സ്വർണ്ണ ആകർഷണ ഭൈരവർ. ഭൈരവ മൂർത്തിയുടെ പക്കത്തിൽ മടിയിൽ അമ്പാളുണ്ട്. അതും ദേവിയോടൊപ്പം ഇരിക്കുന്ന ഭൈരവറാണ്. ഭൈരവർ എന്ന് പറയുന്നത് ഒരു സംഹാരമൂർത്തി പോലെ ഇങ്ങനെ നിൽക്കുന്നതും ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ഈ ഒരു അമ്പലത്തിൽ മാത്രമാണ് ഒരു സംഹാര രൂപവുമല്ലാതെ വളരെ ശാന്തനായി ഭാര്യാസമേതനായിട്ട് സ്വർണ്ണ ആകർഷണ ഭൈരവർ ദേവിയോടൊപ്പം ഇരിക്കുന്നു. സ്വർണ്ണ ആകർഷണ ഭൈരവരെ പ്രാർത്ഥിച്ചാൽ, ദേവി സമേതനായിട്ടിരിക്കുന്ന ഇവിടെ പ്രാർത്ഥിച്ചാൽ വീട്ടിലേക്ക് സ്വർണം വരും എന്നാണ് പറയുന്നത്. ഐശ്വര്യം, പണം ധാരാളം വരും എന്നാണ് പറയുന്നത്. പോയിട്ട് ഓ, ശരി. അപ്പോൾ ഇനിയും വരാം ഇവിടെ. ഓക്കെ, ശരി, പോയിട്ട് വരാം. ഓക്കെ. ഇത് ത്രിസന്ധ്യ സമയം ചിഷ്ടഗണപതി ഭഗവാനെ, വിനായകരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭൈരവ ഭഗവാനെ പ്രാർത്ഥിച്ച് ഇവർ രണ്ടുപേരും പത്നി സമേതരായിട്ടിരിക്കുന്നു. വിശേഷപ്പെട്ട ക്ഷേത്രം, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വലിയ തിക്കും തിരക്കൊന്നുമില്ല. നേരെ ഈ ഗോപുരം, രാജഗോപുരം നേരെ കാണുന്നത് താമ്രവർണി നദിയാണ്. നമ്മളിങ്ങനെ അങ്ങോട്ടാണ് നടന്നു പോകണം. ആ തീർത്ഥം, അത് കഴിഞ്ഞ് ഗോപുരം, പിന്നെ കൊടിമരം, ഭഗവാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ്. ഇവിടെ നോക്കിയാലും ഭഗവാനെ കാണാം. ഇങ്ങനെ ഒറ്റ ലൈനിലാണ് ഇരിക്കുന്നത് ഭഗവാൻ. ത്രിസന്ധ്യ സമയം ഈ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ആകാശത്ത് സൂര്യൻ അസ്തമിച്ച ആ ഒരു എന്താ പറയുക, സൂര്യൻ്റെ രശ്മികളുടെ ഒരു ഓറഞ്ച് പ്രഭ ഇപ്പോഴും കാണാം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹാപ്പിയായിട്ട് തിരിച്ച് നമ്മുടെ ഓട്ടോ വെയിറ്റിംഗ് കയറുന്നു. ഇനിയും വരാൻ തോന്നുന്നു ഒരു ക്ഷേത്രം. തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വരിക. ഓ, എൻ്റെ ദൈവമേ, എന്തൊരു ഭംഗിയാണോ ദൈവമേ. ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ ഈ വണ്ടിക്കകത്ത് നമ്മുടെ ഓട്ടോയ്ക്ക് അകത്തിരുന്നുകൊണ്ട് നോക്കുകയാണ്. എനിക്ക് മതിയാവുന്നില്ല, അത്ര മനോഹരമായ കാഴ്ച. ഒരു ഭയങ്കര ഡിവൈൻ ഫീലിംഗ് ആണ്. ഒന്നും പറയാനില്ല. ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു കാഴ്ച പോകാനേ മനസ്സ് വരുന്നില്ല, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. വാ, ഒരു സീനിക്ക് ഈ ഒരു ടൈമിങ്ങും എല്ലാം പെർഫെക്റ്റ്. അത് ആ അസ്തമന സൂര്യൻ്റെ ഒരു പ്രകാശത്തിൽ കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു
ഭയങ്കരമായിട്ടുള്ളൊരു മെജസ്റ്റിക് ഫീല് വരുന്നു. ഈ പാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെ. ഇപ്പോൾ നമ്മൾ ഇത് വണ്ണാർപേട്ട അല്ലേ, വണ്ണാർപേട്ട ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണേ. ഇവിടെയെല്ലാമാണ് കംപ്ലീറ്റ് വലിയ വലിയ ഷോറൂംസ് ഉള്ളത്. RMKVയുടെയും പിന്നെ അതുപോലെ പോത്തീസിനും ഉണ്ടല്ലോ അല്ലേ, പോത്തീസ് അവിടെയാണ്. ഇവിടെ RMKV പിന്നെ അതുപോലെ ചെന്നൈ സിൽക്സ് ഒക്കെ ഉണ്ട്, ബിഗ് ഷോറൂംസ്. ഞാൻ വേറൊരു മാർക്കറ്റ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാളയംകോട്ടെ അവിടെ ഒരു മാർക്കറ്റ് ഏരിയയാണ്, അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഗോൾഡ് കടകൾ, ജ്വല്ലറി, ധാരാളം ജ്വല്ലറി ഷോപ്സ് ഈ ഒരു ഭാഗത്തുണ്ട്. റോഡ് നല്ല തിരക്കാണ്. ട്രാഫിക്, ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് അത് ഈ ഒരു ജംഗ്ഷൻ പോയിന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് പാളയംകോട്ടെ. അതായത് തിരുനെൽവേലി ജംഗ്ഷൻ പോയിന്റിൽ നിന്നൊരു 4 കിലോമീറ്റേഴ്സ് മുന്നോട്ട് വന്നാൽ മതി. അതിൻ്റെ ഭാഗം തന്നെയാണ് സന്താൻകോ കട. എല്ലാ മേജർ സിറ്റീസിലും ഈ പറയുന്ന ബ്രാൻഡുകളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുവന്ന എല്ലാ കടകളും എല്ലാ മേജർ സിറ്റീസിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഞാനിങ്ങനെ ഓട്ടോ സവാരി വഴി നഗരക്കാഴ്ചകൾ കണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു. തിരുനെൽവേലിയിലെ നൈറ്റ് വിഷ്വൽസ്, ബ്യൂട്ടിഫുൾ സീൻസ്, ഫുള്ള് ലൈറ്റാണ്. ലൈറ്റ്സ്. പാളയംകോട്ടയാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഓൾമോസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞു. പശുവിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം റോഡിലാണ്. ഇത് ഇവിടുത്തെ ഫ്രൂട്ട് മാർക്കറ്റാണ്, പഴം മാർക്കറ്റ്. ഇവിടെ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ആണ് പാളയംകോട്ടയിൽ. ഇത് ഹോൾസെയിൽ കടകളാണ് ഇവിടെ എല്ലാം, ഫ്രൂട്ട്സിൻ്റെ പിന്നെ പലവ്യഞ്ജനം കാര്യങ്ങൾ എല്ലാം. ഇതാണ് ആ ഏരിയ, പാളയംകോട്ടെ മാർക്കറ്റ് ഏരിയ. ഒരു ലോക്കൽ മാർക്കറ്റ് ഏരിയ എന്നാണ് നമ്മൾ പറയും. അത് പോഷ് ഏരിയ അല്ല, പക്ഷേ എല്ലാത്തിൻ്റെ ഹോൾസെയിൽ സംഭവങ്ങൾ കിട്ടും. ഇതിനകത്തോട്ട് പോകണം. മാർക്കറ്റ് ഈ ബിൽഡിങ്ങിലേക്ക് മാറും. അതിന് വേണ്ടിയിട്ട് പാളയംകോട്ടെ മാർക്കറ്റ് വലിയ ബിൽഡിംഗ് എല്ലാം കെട്ടി വെച്ചിരിക്കുന്നു. ഷിഫ്റ്റിംഗ് ആയിട്ടില്ല. ഇപ്പോൾ തൽക്കാലം അവർ അവിടെ തന്നെ ഇരിക്കുന്നു, ആ മാർക്കറ്റ് ഏരിയയിൽ. അധികം താമസിക്കാതെ ഈ ഷട്ടേഴ്സൊക്കെ ഓരോ ഷോപ്സാണ്. വലിയൊരു കോംപ്ലക്സ് കേട്ടോ. നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോരോ ഷോപ്പിനും. ഷട്ടേഴ്സ് ഉണ്ട്. എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് ഇതിനകത്താണ് ഇത് വരാൻ പറ്റും. അരവിന്ദ് ഐ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ ആ പക്കത്തിൽ ആ ഭാഗത്താണ് ഒറിജിനൽ ഹോൾസെയിൽ മാർക്കറ്റ് ഫ്ലവേഴ്സിൻ്റെ. പക്ഷേ ഈ ഒരു മാർക്കറ്റിലും ഹോൾസെയിലായിട്ട് പൂക്കൾ കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ഫ്ലവേഴ്സ്, പൂക്കളുടെ മാർക്കറ്റ് കാണാൻ വന്നു. ഇത് മുല്ലപ്പൂവിൻ്റെ ഹാരം അല്ലേ? മല്ലി, കൊടമുല്ല അല്ല. ഇത് വേറെ മണമില്ല. അത് ശരി, മണമില്ലാത്ത കൊടമുല്ലയുടെ ഷേപ്പിൽ മല്ലികപ്പൂക്ക് പകരം അല്ലേ? ഇത് മറ്റേ ബാംഗ്ലൂർ മല്ലി. ഇതെന്ത് ഫ്ലവർ? പനീർ പൂ. ബാംഗ്ലൂർ ഫ്ലവേഴ്സാണ് ഇതൊക്കെ. മാല കെട്ടുന്നു ഇങ്ങനെ. ഇത് എല്ലാവരും മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് നോക്കി. ഇതന്നെ ആക്ടിവിറ്റി. റോസാപ്പൂ ഹാരം, പനിനീർ റോസ. നൈസ്, നല്ല മണം. ഇതെല്ലാം നല്ല മണം. ഈ പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു മണമാണല്ലോ. ഇവിടെ എല്ലാവരും ഇരുന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അവരുടെ ആക്ടിവിറ്റീസ്. ഹാരം എന്ത് ഫാസ്റ്റായിട്ടാണ് കിട്ടുന്നതൊക്കെ. ഇതാണ് അവരുടെ വേദി. ഇതൊരു ആർട്ടാണ് കേട്ടോ, നല്ലൊരു ആർട്ടാണ്. ഒരു കലയാണ് എങ്ങനെയാണ് ഹാരം കിട്ടുന്നതെന്ന്. ജെണ്ടുമല്ലിയും ഇലകളും ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാരങ്ങൾ മാറ്റുകയാണ് അവിടെ. ഇതെല്ലാം സ്വാമി ഹാരം അല്ലേ? ഇവിടെ വന്ന ആൾക്കാരും മേടിച്ചിട്ട് പോകും എല്ലാവരും. ഇതെവിടെ കൊടുക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അമ്പലത്തിൻ്റെ പക്കത്തിൽ കൊണ്ട് വയ്ക്കും അല്ലേ? ഇപ്പോൾ റീറ്റെയിൽ ആൾക്കാർ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കെല്ലാം ഇത് അവിടുത്തെ കടകളിലെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് വിൽക്കും. ഡയറക്റ്റായിട്ട് വന്ന് വാങ്ങുന്നവരും ഉണ്ടാകും ഇവിടെ. ഓക്കെ, കഴിയുന്ന ഹാരങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ തൂക്കി ഇട്ടിരിക്കുന്നത് ഫ്രണ്ടിലിങ്ങനെ പല. ഇതൊക്കെ എന്ത് വിലയാണ് ഒരു ഹാരം? 50 രൂപ ഉള്ളി. ഈ ഹാരത്തിനെല്ലാം 50 റുപ്പീസ് ഉള്ളി. ഇതോ 100. ഇത് 100ൻ്റെ ഹാരം, ഇത് 50യുടെ ഹാരം. എന്നാലും ഭയങ്കര ലാഭമല്ലേ, വിലക്കുറവാണ്. റോസാപ്പൂ ഉണ്ട്, ഒരുപാട്. എല്ലാം നല്ല സംഭവമാണ്. ഇതെല്ലാം ഹോൾസെയിൽ ഫ്ലവർ മാർക്കറ്റ് മെർച്ചൻസാണ്. ഇവിടെ തൊട്ട് അവിടം വരെ. ഈ ഹാരം നോക്കി എന്ത് ഭംഗി, ബ്യൂട്ടിഫുൾ. ഇതെന്ത് വില ഈ ഹാരം? 250. ബ്യൂട്ടിഫുൾ, നല്ല ഭംഗി. ഇത് 250യുടെ ഹാരം കേട്ടോ. ഇത് എല്ലാവരുടെയും ഒരു തൊഴിലാണ് ഇവിടെ മാല കെട്ടുന്നവർ. ഇത് കണ്ടോ, പിച്ചിമുട്ട് ഇങ്ങനെ അടുക്കി കെട്ടി വെച്ചിരിക്കുന്നല്ലേ. 50 രൂപ ഉള്ളൂ. എത്ര? ഇത്രയ്ക്ക് ഒരു മുഴം. പിന്നെ 25 കന്നി. അതാണ് 50 റുപ്പീസ്. ഓക്കെ. ഇത്രയും. ഇത് 50 രൂപ. ഇത് അത്രേ ഉള്ളൂ. ശരി.
ഓക്കെ നല്ല ഭംഗിയുണ്ട്. ആ ദീപാവലി ആയതുകൊണ്ട് ഓക്കെ ദീപാവലി സമയം ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് വില. നാളെയും കൂടും, ഇന്നും നാളെയൊക്കെ നല്ല കൂടുതലായിരിക്കും, അത് കഴിഞ്ഞാൽ കുറയും. മനസ്സിലായി. വാവ്, ഹ്യൂജ്, വലിയ നീളമുള്ള റോസാപ്പൂ കൊണ്ട് മാത്രമുള്ള ഹാരം. ഇത് എത്ര രൂപയുടെ ഹാരം? 1500. അത്രേ ഉള്ളൂ. എന്നിട്ടും 1500 ഫുൾ റോസാണേ. എൻ്റെ പൊക്കം എനിക്ക് മാച്ചിങ് ആണ്. നോക്കിയാ സെയിം കളർ, എൻ്റെ അത്രയും ഹൈറ്റിൽ. സോ ബ്യൂട്ടിഫുൾ. ഇതെല്ലാം ഭയങ്കര ഭംഗി. പക്ഷേ ഇന്ന് വില കുറച്ച് കൂടുതലാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ദീപാവലി ആയതുകൊണ്ട് ഇന്ന് നാളെയും വില കൂടുതലായിരിക്കും. ട്യൂസ്ഡേ ഓൺവേർഡ്സ് വില കുറയും. നല്ല രസമുണ്ട്. എൻ്റെ ആൾക്കാരെല്ലാം വളരെ ഹാപ്പി ആൻഡ് ജോളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഇതിനകത്തിരിക്കുന്നവരെല്ലാവരും തന്നെ. ലോട്ടസ്, വാവ്, വൈറ്റ് ലോട്ടസ്, വൈറ്റ് ലോട്ടസ്. ഇത് നമ്മുടെ പിങ്ക്. നൈസ്, താങ്ക് യു. ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്നും നാളെയൊക്കെ വില കൂടുതലായിരിക്കും അല്ലേ? ദീപാവലി മല്ലി റേറ്റ് കൂടുതൽ. മല്ലിപ്പൂ, മുല്ല. അതുകൊണ്ട് ഒറിജിനൽ മുല്ല പാടാണ് അല്ലേ? ഭയങ്കര. ഇത് ഒറിജിനൽ. അതെ, ഇതിനെല്ലാം ഭയങ്കര വിലയാണ് ഇപ്പോൾ. ഇതിന് തന്നെ ഒരു 200 രൂപയാകും അല്ലേ? ഇത്രയും 300 രൂപ. ആ, അത് അത്ര ഇന്നത്തെ വില 100 റുപ്പീസാണ്. ഇത്രയ്ക്ക് അത്ര വില ഇപ്പം. മല്ലിപ്പൂവിന് ഭയങ്കര വില, മഴ കാരണം പൂ കുറവ്. എവിടെ നിന്നാണ് വരുന്നത് മല്ലിപ്പൂ ഒക്കെ നിങ്ങൾക്ക്? മറ്റേ തോവാളയാ? ഇവിടെ ലോക്കൽ ഉണ്ടാവോ? ശങ്കരൻകോവില കൃഷി സ്ഥലങ്ങളുണ്ടല്ലേ? ഓ അത് ശരി. മല്ലികപ്പൂവിൻ്റെ കൃഷി സ്ഥലങ്ങളുണ്ട് ശങ്കരൻകോവിൽ, അവിടെ നിന്നൊക്കെ വരുന്നതാണ്. പക്ഷെ മഴയുള്ളത് കൊണ്ട് കുറവാണ് കിട്ടുന്നത്, അതിൻ്റെ വിലയും കൂടി ഭയങ്കരമായിട്ട്. നൈസ് നൈസ്. ആ, പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷം. പൂ മാർക്കറ്റ് ഇത് കണ്ടല്ലോ, ഹോൾസെയിലാണ്. വീണ്ടും നമ്മൾ വേറൊരു ഏരിയയിലേക്ക് പോകും. അത് ഇതിനകത്തുകൂടി നടന്നു പോകാം, അല്ലെങ്കിൽ ഓട്ടോയിൽ അവിടെ വരെ പോകാം, അല്ലെങ്കിൽ ഇതിനകത്തുകൂടി ഇങ്ങനെ നടന്ന് കുറേ ദൂരം നടന്ന് ബാക്കി ഏരിയയിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഷോർട്ട് കട്ട് എടുക്കാൻ പോകും, ഓട്ടോ വഴി അപ്പുറത്ത് പോകാം. നമ്മുടെ വണ്ടി എവിടെ? ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഇട്ടിരിക്കുകയാണ് വണ്ടി. ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കടകൾ എല്ലാം. ഇപ്പം നമ്മുടെ മാർക്കറ്റ് ഏരിയയാണ് കേട്ടോ ഇത് ഫുള്ള്. ഇവിടെ എല്ലാം ഇറച്ചി, മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ. ഇവിടെ പച്ചക്കറികൾ, മറ്റേ എന്താ പറയുക, വെജിറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻ. ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ഭയങ്കര വലിയ മാർക്കറ്റ് ഏരിയയാണ് ഇതിനകത്തോട്ട്. ഞാൻ എന്തായാലും അവിടേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങിയില്ല, കാര്യം ലേറ്റായി. നമുക്കിനി തിരിച്ച് പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ കണ്ട പാത്രക്കടയിലൊന്ന് കയറാം. നല്ല തിരക്കുമുണ്ട് അവിടെ എല്ലാം. ഈ കാണുന്ന തിരക്ക് സാധാരണ ഇവിടെ എല്ലായിടത്തും തിരക്ക് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടെ എക്സ്ട്രാ തിരക്കുണ്ട്. കാര്യം 2 ദിവസം കഴിഞ്ഞാൽ ദീപാവലിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ തിരക്കും കൂടിയുണ്ട്. ആൾക്കാരെല്ലാം റോഡിലാണ്, എല്ലാം ലൈറ്റ്സും ഒക്കെ ആയിട്ട്. ഓ, കളർഫുൾ, ഭയങ്കര ഫെസ്റ്റിവൽ മോഡിലാണ്. ഇവിടുത്തെ ഒരു നല്ല ബ്രാൻഡാണ് പൊന്നയ്യൻ നാടാണ്. ഇത് എത്ര ഉണ്ട്? 6, 5, 15 എണ്ണം. ഓക്കെ, കുട്ടി ഇഡ്ഡലി. ഇത് അപ്പോൾ വെള്ളം എവിടെ വെക്കും? അത് താന്നു പോയില്ലേ? ഓ, അവിടെ നിൽക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഓ യെസ് യെസ് യെസ്. ക്യൂട്ടല്ലേ? ക്യൂട്ട്. 750. 710. ഓക്കെ. എല്ലാം വേറെ കുറേ പാത്രങ്ങൾ. ഒരു സ്റ്റീമർ വേണം, സ്റ്റീമർ. ഇത് ചിന്നത്, കൊഞ്ചം വലുത്, പെരുസ്. ഏത് കമ്പനി ഇത്? ഇതൊക്കെ വലുതുണ്ടോ? 3 സ്റ്റെപ്പാ വരും. ഇത് 2 സ്റ്റെപ്പാ, 3 സ്റ്റെപ്പ് വരും. കാണിച്ചാലോ? ഇതെല്ലാം 225. ഇത് അത്ര ഉണ്ടാവില്ല. ഇത് 190. ചെറിയ ചേച്ചി. നൈസ്. നല്ല രസം. എനിക്കിഷ്ടമാണ് പാത്രക്കടയിൽ ഇങ്ങനെ നടക്കാൻ. സ്റ്റീൽ പാത്രങ്ങളെല്ലാം കണ്ട വെരി നൈസ്. ഇത് ഹോൾസെയിൽ കടയൊന്നുമല്ല കേട്ടോ, ഇതൊരു റീറ്റെയിൽ ഷോപ്പാണ്. ഇത് ഒരേ സമയം മൂന്ന് കുറ്റിപ്പുട്ട് ഉണ്ടാക്കുന്ന സംഭവം കൊള്ളാം. നൈസ്. 3 കുറ്റിപ്പുട്ട് അറ്റ് എ ടൈം. ഇതെന്ത് വില? ഇത് 1800. അതിൻ്റെ കൂടെ ഇത് കിട്ടുമോ? ഇല്ല. ഇങ്ങനെ 3 എണ്ണം.
ഓയിൽ വെള്ളം 3 വരും. ഇതെന്താ ഇങ്ങനെ വെച്ചേക്കുന്നേ? ഓ, തള്ളാനുള്ള സാധനം. പുഷ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. തണ്ണിക്കാനോ? ഓ, പൈപ്പ് വയ്ക്കാനുള്ള. ഓക്കെ ഓക്കെ. വാട്ടറിൻ്റെ ഇത് ഇഡ്ഡലിയാ? തട്ട ഇഡ്ഡലിയാ? ഓ അതെല്ലാം കൂടെ മിക്സ്. അതിൻ്റെ ഒരു ഫുൾ സെറ്റ് അല്ലേ? 3,400 അല്ല 3,482. നല്ല വിലയുണ്ട് അതെല്ലാം. ഓക്കെ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ കാഴ്ച. സിൽവർ പോലെ വൈറ്റ് മെറ്റലിൽ ഇത് 150 അല്ലേ? ചന്ദനത്തിൻ്റെ ഇത്. അതുപോലെ ബെല്ല്, പൂജാ ബെൽ. വാവ്, നല്ല ഭംഗി. ഇതെന്ത് വില? പൂജയുമായി ബന്ധപ്പെട്ട 800 റുപ്പീസ്. ഓക്കെ. ഒരുപാട് കാര്യങ്ങളൊന്നും മേടിച്ചില്ല, കാര്യം അത് ഹോൾസെയിലൊന്നും അല്ലല്ലോ, വിലയൊക്കെയാണ്. അപ്പം നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് സ്റ്റീമറാണ്. അതില്ലായിരുന്നു അവിടെ. ഭക്ഷണം കഴിക്കാൻ സമയമാകുന്നു. അയ്യോ, വിശക്കുന്നു. നമ്മുടെ ഡിന്നർ ടൈം. വൈരമാളിക കൂടെ വാങ്ങും, കഴിക്കാം. ഓക്കെ, പാർക്ക് ചെയ്തിട്ട് വന്നു. വൈരമാളിക എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ബറോട്ട, നോൺ വെജ് ഐറ്റംസ്. അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഇവിടെ വൈകുന്നേരം 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5 to 11:30 ആണ്. വൈരമാളിക എന്നാണ് പറയുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബറോട്ട, ചൂട് ചൂട് ബറോട്ട, നാടൻ കോഴി ഫ്രൈ, സാൽന, പിന്നെ മുട്ട. ഇവിടെ ഒരു എന്തോ സ്പെഷ്യൽ ഉണ്ട് ഇവിടെ, ചോദിച്ചോ. ഇപ്പം ശരിക്കും നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. കുറേ നേരമായി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട്. നാട്ടുകോഴി ഫ്രൈയാ. പിന്നെ എന്താ മുട്ടയിൽ എന്നാ കിടക്കും? മുട്ട മുട്ട കൊത്തു പൊറോട്ടയാ? ചിക്കൻ കൊത്തു പൊറോട്ട. പിന്നെ കറണ്ടി ഓംലെറ്റ് ഉണ്ടോ? അതില്ല, കലക്കിയുണ്ട്. സാധാ കലക്കി, മസാല കലക്കി കിട്ടും അല്ലേ? അപ്പോൾ ഒരു മസാല ഓംലെറ്റ് അല്ല, ഒരു മസാല കലക്കി. ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മസാല കലക്കി, സാധാ കലക്കി. ഞാൻ പറഞ്ഞില്ലേ, ഈ കറണ്ടി ഓംലെറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. കലക്കി എന്ന് പറയുന്നത് മുട്ട. പിന്നെ കൊത്തു പൊറോട്ട പലതരം, എഗ് കൊത്തു പൊറോട്ട, ചിക്കൻ കൊത്തു പൊറോട്ട, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ലൈവ് കിച്ചണാണ്. ഇത് കാണാം. എൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ നമുക്ക് അറിയാനും പറ്റും. ഒരു സൈഡിൽ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ അതേസമയം പാർസൽ സർവീസും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ നല്ല ഒരു ടെൻറ്റിനകത്തിരിക്കുന്ന പോലെ. ഇൻറ്റീരിയേഴ്സ്. AC വേണമെന്നുള്ളവർക്ക് ചെറിയൊരു AC എൻക്ലോഷർ അകത്തേക്ക് ഉണ്ട്. പക്ഷേ ഈ ഓപ്പണറാണ് എന്തായാലും ഒരു രസം. പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ പാർസലിനും. 5 o'clock. ഇതാണ് ഇവിടെ വന്നുള്ള പ്രത്യേകത കണ്ടില്ലേ? ചില ഷോപ്സ് അതവരുടെ സിഗ്നേച്ചറാണ്. അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അവരുടെ ഫുഡ് നല്ലതാണെങ്കിൽ അവർ പറയുന്ന സമയത്ത് ആൾക്കാർ വരും കഴിക്കും. ആൾക്കാർ പേഷ്യൻ്റായിട്ട് ഇപ്പോൾ 5 മണി തൊട്ട് ഇത് തുടങ്ങുന്നത് രാത്രി 11 വരെ. ഇരുട്ട് കട ഹൽവയാണെങ്കിൽ 5 മണി തൊട്ട് തീരുന്നത് വരെ. രാവിലെ തൊട്ട് കട തുറന്ന് വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സർപ്രൈസിംഗ്ലി ആൾക്കാർ വെയിറ്റ് ചെയ്ത് വന്ന് കഴിക്കും. കാര്യം അത്രയ്ക്ക് നല്ലതാണ്, ക്വാളിറ്റിയാണ്. നമ്മുടെ കൂടെയുള്ള ഓട്ടോ ചേട്ടന്മാരായിട്ടുള്ള 2 പേരുടെ 2 സാരഥികളെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാറുണ്ട്. അവർക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളതൊന്ന് ക്യാമറയിൽ എടുക്കാറുണ്ടല്ലോ, അവർ കഴിച്ചുകൊണ്ടിരിക്കും. ഈ വൈരമാളിക എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് 20 years ഓൾഡാണ് ആക്ച്വലി. ഇത് ഇവർ കുറേ റിനോവേഷനൊക്കെ ചെയ്തിട്ട് ഇതൊന്ന് പുതുക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പുതിയൊരു കെട്ടിലും മട്ടിലും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഭക്ഷണവും ആൾക്കാരും ഒക്കെ പഴയ ആൾക്കാർ തന്നെയാണ്. 20 years ഓൾഡ് ഷോപ്പ് വൈരമാളിക. ഈ വൈരമാളികയുടെ ഒരു ന്യൂ ഒരെണ്ണം 1 വർഷം മുന്നേ നമ്മുടെ RMKVയുടെ ആ വലിയൊരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഷോപ്പിംഗ് ഏരിയ, ഒരു ബിഗ് സ്ട്രീറ്റ്, സെൻറ്റർ പോയിന്റ്, അവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് 1 വർഷമായിട്ടുള്ളൂ. നൈസ്. ഇത് ഭയങ്കര നല്ലത്. അപ്പോൾ തിരുനെൽവേലിയിൽ വന്നാൽ മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനായി പറ്റിയ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. വൈരമാളിക. ഇവിടുത്തെ പൊറോട്ട, ചിക്കൻ, നാടൻ കോഴി. ഇത് വൈറ്റ് വെള്ള സാലിനെ. ഇത് ചുവന്ന സാല. ചിക്കൻ ഞാൻ 2 പീസ് പറഞ്ഞു. എനിക്ക് ഒരു ലെഗ് പീസും ചെസ്റ്റ് പീസും മസാല കലക്കി. ഇതിങ്ങനെ അകത്തിങ്ങനെ സോഫ്റ്റ് ആയിരിക്കും മുട്ടയുടെ. പിന്നെ പൊറോട്ട 2 പൊറോട്ടാസ് പറഞ്ഞു. 2 തരം സാല. ഓണിയൻ കൊണ്ടുവരും. ഓക്കെ.
നമുക്ക് ആവശ്യമുള്ള പറയും. ഇത് നാടൻ കോഴിയാണ്, നാട്ടുകോഴി. അത് ഒരുപാട് സൈസുള്ളതൊന്നും ആയിരിക്കില്ല, വളരെ ടെൻഡറായിരിക്കും. വാവ്, കാണുമ്പോൾ തന്നെ അറിയാം ചൂട് സാൽന, വൈറ്റ്, യെല്ലോ സാൽന ആൻഡ് റെഡ് സാൽന. ഇത് നോക്കിയാൽ സ്പെഷ്യൽ ഗ്രേവി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രേവി കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് വറുത്ത് കിട്ടുന്ന പൊടിയിൽ നിന്നുണ്ടാക്കുന്ന ഗ്രേവി കേട്ടോ. രക്ഷയിൽ യെല്ലോ സാൽന കുറച്ച് സോഫ്റ്റ്, കുറച്ച് ഗ്രേവി. സൂപ്പർ. നാട്ടുകോഴി സോഫ്റ്റ്. ഇത് സ്പെഷ്യൽ കോഴി കേട്ടോ. എനിക്കൊണ്ട് ടെൻഡർ കോഴിയാണ്. വെരി സോഫ്റ്റ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ്. എന്താ വേണം കലക്കി, മുട്ട കലക്കി എടുക്കട്ടെ. അത് വെറും മുട്ട കലക്കിയല്ല, മസാല കലക്കി. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയണ്ട. ഇത് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറിയാണ്. ടു ഗുഡ്. ആക്ച്വലി ഇന്നത്തെ ദിവസം ഹോൾ ഡേ തിരുനെൽവേലി കറങ്ങുമായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ വെജായിരുന്നു, മോർണിംഗ് വെജായിരുന്നു. അപ്പോൾ നിങ്ങളിത് പല വീഡിയോസിലായിട്ടാണ് കാണുന്നത്. ഒരു സെയിം ഡേ ആണ് ഇത്. ആക്ച്വലി 2 ദിവസം മാത്രമേ ഞാൻ ഈ ഒരു തമിഴ്നാട് ഇപ്പോഴത്തെ ഈ ഒരു ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. ഈ 2 ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ 6 എപ്പിസോഡായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിക്കൽ സരി പറഞ്ഞു, ഡ്രസ്സ് പറഞ്ഞു, വീണ്ടും റോഡിലേക്ക് ഇറങ്ങുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും രാത്രി ഡിന്നറും കഴിഞ്ഞിട്ട്. അതാണ് പ്ലാൻ. അപ്പോൾ വരിക ഈ ഒരു ഷോപ്പിലേക്ക്. ഇറങ്ങിയപ്പോൾ ഒരു സ്വീറ്റ് പാനിൻ്റെ കൗണ്ടർ കണ്ടു, അടിപൊളി. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നു തമിഴ്നാട് സൈഡിലേക്ക്, സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. ഓക്കെ, കുറച്ച് കേരളവും തമിഴ്നാട് ബോർഡറും എല്ലാം ആയിട്ടാണ് ഈ ദിവസങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ യാത്രയില്ലാന്നാണ്. ഇനി തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വിശേഷങ്ങളും അടുത്ത വീഡിയോ കാണാം. അത്